പിന്നെ ഇത്രയേ ഉള്ളൂ, ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്, അത് മാത്രം പറയാനുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പ്രചരിപ്പിച്ച് അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതൊരു അനാവശ്യ സംഭവമായിപ്പോയി. അല്ല, വളരെ നല്ലത്. വനിതകൾ വരുന്നത് അതിനെന്താ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിവുള്ളവർ തന്നെയാണ്. നമുക്ക് മാത്രമല്ലല്ലോ കഴിവ്. ഇന്ന് എത്ര വലിയ വലിയ സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുന്നു, അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ ഇലക്ഷൻ ജയിക്കുക, അത് അവിടെ മാത്രമേ ഞാൻ എതിര് പറയുന്നുള്ളൂ. തെറ്റായ രീതി ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാമെങ്കിൽ, എന്നെക്കുറിച്ച് വളരെ അനാവശ്യമായ ചില അപവാദങ്ങളൊക്കെ പരത്തി ഉള്ള മഞ്ഞപ്പത്രങ്ങളിലും മഞ്ഞ ടി വികളിലും ഒക്കെ കൊണ്ടുവന്ന് വേണ്ടാത്ത ഏതോ ഒരു സുഹൃത്തിന് അയച്ച ഒരു വർഷം മുമ്പ് അയച്ച മെസ്സേജ് എടുത്ത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നിരത്തി. അത് അങ്ങനെ സംഘടനയ്ക്കുള്ളിലുള്ളവർ ചതിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതിപ്പം നമുക്ക് ഇതിനകത്ത് ആര് നല്ലവൻ ആര് മോശപ്പെട്ടവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചതിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു ആത്മാവിനെ കൊല്ലുന്ന തുല്യമല്ലേ. ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ അപ്പുറമല്ലേ ഒരു ആത്മാവിനെ കൊല്ലാന്നുള്ളത്. ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക. ഞാൻ ഇന്ന് വരെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ 50 വർഷമായി ഫിലിം ഫീൽഡ് വന്നിട്ട് 74 വന്ന ആളാണ്. ഇനി വലിയവനാണെന്നും പറയുന്നില്ല, സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയൊരു സ്റ്റാറൊന്നുമല്ല ഞാൻ, അതെനിക്ക് സ്വയം അറിയാം. പക്ഷെ എന്നാലും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അവർ കാണിച്ചത്, ഏറ്റവും വലിയ ക്രൂരത. രണ്ട് അല്ലല്ലോ, വേറെ ഉണ്ടല്ലോ, 4-5 പേര് വേറെയും വന്നിട്ടുണ്ടല്ലോ, കമ്മിറ്റിക്കകത്തും ഉണ്ടല്ലോ. അതെ, അത് അവർ നന്നായിട്ട് നയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രണ്ടുപേരും നല്ല കഴിവുള്ളവരാണ്. ശ്വേതാ മേനോനാണെങ്കിലും കുക്കു പരമേശ്വരനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള വ്യക്തികളാണ്. ആ പരാതി ഞാൻ കൊണ്ടിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു. അവർക്ക് അതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ വലിയൊരു മുഖ്യൻ തന്നെയാണ്. പേര് ഞാനിപ്പോൾ അങ്ങനെ ഒരാളുടെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അല്ല, ജയൻ ചേർത്തല അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജയൻ ചേർത്തല ചെയ്തിട്ടില്ല. ഇത് എവിടെയോ ലീക്ക് ചെയ്ത് പോയി. ഇതിനകത്ത് കളിക്കുന്ന പലരും ഉണ്ട്, വലിയ കളിക്കാരുണ്ട്.